ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളോട് ഒരു ഡീപ്പ് അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ടുള്ള 3 തരത്തിലുള്ള കോംപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ്. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഒന്നാമത്തെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സാധാരണ ആളുകളോട് നമ്മൾ പറയുന്ന ടൈപ്പ് കോംപ്ലിമെൻറ്റ്സ് അല്ലാത്ത എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെൻറ്റ് പറയാം. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ സാധാരണ പറയുന്നതാണല്ലോ. അപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കോംപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി നല്ല രീതിയിൽ തമാശയൊക്കെ പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് കേട്ടോ എന്ന് പറയുന്നത് ഒരു തരം കോംപ്ലിമെൻ്റ് തന്നെയാണ്. സോ അത് സാധാരണ ആരും പെട്ടെന്ന് എടുത്ത് പറയാത്തൊരു കാര്യമായിരിക്കും. അത് അവർ നന്നായിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് കമ്മിറ്റ്മെൻറ്റിനെ പറ്റിയിട്ട്. ഇപ്പോൾ നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ നീ ഫുൾ കോൺസെൻട്രേഷൻ അതിൽ തന്നെയാണല്ലോ. നിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ്, ഹ്യൂമർ സെൻസ്, ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ എന്തെങ്കിലും അവരുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് പറയുന്നത് വളരെയധികം നല്ലതാണ്. ഒരു ഡീപ്പ് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു തരം കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് ഐ ലൈക്ക് യു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ആ ഐ ലൈക്ക് യു അല്ലെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ പറയുന്നതിനെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. ഐ ലവ് യു അല്ല, ഐ ലൈക്ക് യു. ഓക്കെ. ഐ ലൈക്ക് യു എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ അവരുടെ ഹെയർ സ്റ്റൈലിനെ പറ്റിയിട്ട് പറയാം, അല്ലെങ്കിൽ അവരുടെ സ്മൈലിങ്ങിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചില ആളുകളുണ്ടാവും നന്നായിട്ട് ചിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ചിരിയെ പറ്റി പറയാം അല്ലേ. അപ്പോൾ സ്മൈലിനെ പറ്റി പറയാം, ചിരിയെ പറ്റി പറയാം, ഹെയറിനെ പറ്റിയിട്ട് പറയാം, അതുപോലെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ പറ്റിയിട്ട് പറയാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഐ ലൈക്ക് യു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു തരം കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അവരുടെ കഴിവുകളെ നല്ല രീതിയിൽ കോംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അവരുടെ ഹാർഡ് വർക്കിനെ കുറിച്ച് പറയാം, അവരുടെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറയാം. ഇപ്പോൾ നന്നായി പാട്ട് പാടുന്ന ആളാണെങ്കിൽ നന്നായി പാട്ട് പാടുന്നുണ്ട് എന്ന് പറയാം. ഡാൻസർ ആണെങ്കിൽ നന്നായിട്ട് കളിച്ചു എന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ അതുപോലെ വരയ്ക്കുന്ന ആളുകളുണ്ടാവും, എഴുതുന്ന ആളുകളുണ്ടാവും. ഇവരൊക്കെ എന്ത് ചെയ്യാം, അതാത് മേഖലയിലുള്ള കഴിവുള്ള ആളുകളെ ആ രീതിയിൽ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻബോൺ ആയിട്ടുള്ള ടാലൻറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുണ്ടാക്കിയെടുത്ത സ്കില്ലുകളായിരിക്കാം. അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതൊക്കെ ഒരു ഡീപ്പ് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, എന്നും കേൾക്കുന്ന തരത്തിലുള്ള കോംപ്ലിമെൻറ്റുകൾ ചെയ്യാതിരിക്കുക, വെറൈറ്റി ആയിട്ട് ചെയ്യുക. രണ്ടാമതായിട്ട് പറഞ്ഞത് ഇൻഡയറക്റ്റ് ആയിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുക. മൂന്നാമതായിട്ട് പറഞ്ഞത് അവിടെ കഴിവുകൾ, സ്കില്ലുകളൊക്കെ ഉണ്ടായിരിക്കും, അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഡീപ്പ് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക് യു. നമസ്തേ.